സുരേഷ് ഗോപി സഹമന്ത്രിയായതിനു ശേഷം വലിയ ചർച്ചകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. സഹമന്ത്രി സ്ഥാനം സുരേഷ് ഗോപി രാജിവെക്കുമെന്ന് പറയുന്നു. ഇല്ല, അതൊക്കെ വെറും വാർത്താ ദുഷ്പ്രചരണമാണ്. അദ്ദേഹം സഹമന്ത്രി സ്ഥാനത്തിൽ തൃപ്തനാണ്, അത് മതി, മോദി ഗവൺമെൻറ് എന്ത് തന്നാലും അതും സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്നൊക്കെ അദ്ദേഹം വന്ന് പറയുകയും അങ്ങനത്തെ വാർത്തകൾ പടരുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും ഈ സഹമന്ത്രി എന്ന് പറയുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ സഹമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയ്ക്ക് മോശപ്പെട്ട ഒരു മന്ത്രിയാണോ? അതായത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയിൽ 3 ടൈപ്പ് മന്ത്രിമാരാണുള്ളത്. ഒന്ന് ക്യാബിനറ്റ് മന്ത്രിമാർ. ക്യാബിനറ്റ് മന്ത്രിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഡിസിഷൻ മേക്കേഴ്സ്. അതായത് ആഴ്ചയിൽ ഒരു ക്യാബിനറ്റ് സമ്മേളനം കൂടണമെന്നൊക്കെയാണുള്ളത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടുന്ന ഈ ക്യാബിനറ്റ് സമ്മേളനത്തിൽ ഇവരാണ് ഉണ്ടാവുക. അവരാണ് എന്തൊക്കെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കണം, എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ വരുത്തണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഡിസിഷൻ മേക്കേഴ്സ്. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നൊക്കെ പറയില്ലേ, അതാണ് ക്യാബിനറ്റ് മന്ത്രിമാർ. പിന്നെയുള്ളത് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ. അതായത് ചില വകുപ്പുകൾ അവർക്ക് കൊടുക്കും. അവർക്ക് ഇപ്പം ഈ ക്യാബിനറ്റ് മിനിസ്റ്ററിനെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ അവർക്കതിനുള്ള പവറുണ്ട്. അതാണ് ഈ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ. പിന്നീടുള്ളതാണ് നമ്മുടെ ഈ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും എല്ലാം അടങ്ങിയ സഹമന്ത്രിമാർ. സഹമന്ത്രിമാർ എന്ന് പറയുമ്പോൾ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. അതായത് അവരെപ്പോഴും ഒരു അസിസ്റ്റൻസ് ആയിരിക്കും. അതായത് ഈ ക്യാബിനറ്റ് മിനിസ്റ്ററുടെയോ അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുടെയോ അസിസ്റ്റൻസ് ആയിരിക്കും ഈ സഹമന്ത്രിമാർ. അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ ഉള്ള ശേഷിയില്ല, അതിനുള്ള പവർ അവർക്കില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ബോസായ ഈ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയോടോ ഈ ക്യാബിനറ്റ് മന്ത്രിയോടോ ചോദിക്കണം. അല്ലാതെ റിപ്പോർട്ട് ചെയ്യുകയോ ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതിനെയാണ് ഈ സഹമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ സുരേഷ് ഗോപിക്ക് കൊടുത്തതിലാണ് സുരേഷ് ഗോപിക്കും അല്ലെങ്കിൽ സുരേഷ് ഗോപിനെ ഉറ്റുനോക്കുന്നവർക്കും ചെറിയൊരു നിരാശയുണ്ടായത്. കാരണം സുരേഷ് ഗോപി അങ്ങനെ ആരോടും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യേണ്ട ഒരു സ്ഥിതി എന്തിനാണ്? കാരണം കേരളത്തിൽ നിന്നും ഒരു ചരിത്ര വിജയം നേടിയെടുത്ത് അവിടെ ചെന്നതല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ക്യാബിനറ്റ് പദവി കൊടുക്കണ്ടേ? അല്ല, ഇനി അറ്റ്ലീസ്റ്റ് ഒരു സ്വതന്ത്ര ചുമതലയുള്ള പദവിയെങ്കിലും കൊടുക്കണ്ടേ എന്നായിരുന്നു. ഈ പറയുന്ന കേന്ദ്രമന്ത്രിസഭയിൽ മോദി 3.0യിൽ പ്രധാനമന്ത്രിയെ കൂടാതെ 30 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാണുള്ളത്, 5 സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണുള്ളത്, ഏകദേശം 36ഓളം സഹമന്ത്രിമാരുമാണ് ഉള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ഇതിൽ ചില ആളുകൾക്ക് ഇനി ക്യാബിനറ്റ് പദവി കൊടുക്കുമോ, അതോ ക്യാബിനറ്റ് പദവിയിലുള്ളവരെ ഇനി മാറ്റി വേറെ എന്തെങ്കിലും ആക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. എല്ലാം മോദിയുടെയും നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ കയ്യിലാണ്. എന്ത് തന്നെയായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപരേഖ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. എന്ത് തന്നെയായാലും നമ്മുടെ സഹമന്ത്രിയായ സുരേഷ് ഗോപി പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ടൂറിസം എന്നീ വകുപ്പുകളാണ് ഉള്ളത്. സീനിയേഴ്സിനോട് ചോദിച്ചിട്ടായാലും പറഞ്ഞിട്ടായാലും അതിനകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ സുരേഷ് ഗോപിക്ക് സാധിക്കട്ടെ.